കടം കയറി മുടിഞ്ഞു, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പൈസയില്ല, അങ്ങനെ അടിമുടി നിക്കക്കള്ളി ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് PR ചെയ്യാനായിട്ട് വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മനോരമയൊക്കെ മാറ്റി എഴുതി തുടങ്ങിയിട്ടുണ്ട്. മനോരമയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പോട്ടെ, നല്ല കാര്യം തന്നെ. പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ റോയ്, കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ദുരൂഹത നിറഞ്ഞതാണെന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് ഇദ്ദേഹം അവസാനമായി ഒരാഴ്ചയ്ക്ക് മുന്നേ കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്നുള്ള സംഭവങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തിയുടെ കയ്യിൽ നമ്മുടെ പ്രമുഖ നടൻ ലാലേട്ടന്റെ അടക്കം കോടികൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ ചർച്ചാ വിഷയത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ 100 കോടിയോളം രൂപ ഡോക്ടർ റോയുടെ കയ്യിലായിരുന്നെന്ന് ഉള്ളൊരു സംഭവമാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തൊക്കെയോ ഉടായ്പകൾ ഈ ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇനി അത് ജീവനൊടുക്കിയതായാലും തീർത്തതാണെങ്കിൽ കൂടി എന്തോ ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആർഭാട ജീവിതം തന്നെ ആയിരുന്നു മറ്റുള്ളവരിലേക്ക് റോയിയെ പോലെ ആകണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. എന്നാലും എത്ര കൂപ്പുകുത്തി നിന്നു കഴിഞ്ഞാലും ഈ റോയിയെ പോലത്തെ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്തെടുക്കുക എന്നത് നേർവഴിയിൽ കൂടി സാധിക്കാത്തൊരു കേസ് തന്നെയാണ്. KK നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തിയെ ചതിച്ചുകൊണ്ടാണ് താൻ ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തി എടുത്തതെന്നുള്ള റൂമേഴ്സും വരുന്നുണ്ട്. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് KK നമ്പൂതിരിയുടെ ഭാര്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അതിൽ നിന്നും 600 എത്ര കോടി ആദ്യം ആ കാലഘട്ടത്ത് അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ഉള്ള റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖ നടന്മാരുടെയും നടിമാരുടെയും അടക്കം കോടികൾ ഈ പറയുന്ന ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവമാണ് പുറത്തു വരുന്നത്. അതുപോലെ ഡോക്ടർ റോയിലെ ഡോക്ടർ അതും പൈസ കൊടുത്ത് വാങ്ങിയാണെന്നുള്ള സംഭവങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരാളെ ചതിച്ചുകൊണ്ടാണ് താൻ ഈ ഒരു സാമ്രാജ്യം കെട്ടിപ്പടർത്തി ഉയർത്തിയെടുത്തെന്നുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഇതിലൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് IT റെയ്ഡ് ആണ് എന്നുള്ളൊരു സംഭവം ആദ്യം പുറത്തു വന്നത്. എന്നാൽ അത് മാത്രമല്ല, എന്തോ ദുരൂഹത ഉണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അവിടെ ഒന്നും കൊണ്ടുപോകാതെ കിലോമീറ്ററുകൾ അകലെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും ഒരു ദുരൂഹതയാണ്. അതായത് ഈ വ്യക്തി ഇനി ജീവിക്കരുത്, ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത്. ഇനി സ്വയം വെടിവെക്കുന്നവൻ ഒരിക്കലും നെഞ്ചത്ത് വെക്കത്തില്ല, നെറ്റിയിലേ വെക്കത്തുള്ളൂ. അങ്ങനെ അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തിലും ഒരു ദുരൂഹത നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഡോക്ടർ റോയിയുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുത്തിട്ടുള്ള നടന്മാരായാലും നടിമാരായാലും മറ്റു പ്രമുഖ വ്യക്തികളായാലും ഒന്നും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. കാരണം ഇതെല്ലാം ബ്ലാക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പൈസകളൊന്നും കണക്കിൽപ്പെടാത്ത പൈസകളായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കത് തിരിച്ചു കിട്ടും, അല്ലെ? പക്ഷെ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവ മുക്കിയ വലിച്ചോണ്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വായിൽ വിരലിട്ടിരിക്കേണ്ട അവസ്ഥ തന്നെയാണ്. ഈ ലാലേട്ടന്റെ അടക്കം 100 കോടിയോളം രൂപ ഉണ്ടെന്ന്, ലാലേട്ടന്റെ മാത്രം 100 കോടിയോളം രൂപ ഈ റോയിയുടെ കയ്യിൽ ഉണ്ടെന്നൊക്കെ ഉള്ള റൂമേഴ്സ് പരക്കുന്നുണ്ട്. അറിയില്ല അതിന്റെയൊക്കെ വാസ്തവം. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ വരെ ചർച്ചയാകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. മറ്റൊരു ചാനൽ വന്നിട്ടുള്ളതാണ്, ചർച്ചയാണ്. അപ്പൊ നമുക്കതൊന്ന് കേട്ടു നോക്കാം ആദ്യം തന്നെ. അയ്യോ, വണക്കം. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ തുടരുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. CJ റോയ് എന്തിനാണ് മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഏകദേശം ഉത്തരവൊക്കെ കിട്ടിക്കഴിഞ്ഞു. കടം കയറി മുടിഞ്ഞു, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പൈസയില്ല, അങ്ങനെ അടിമുടി നിക്കക്കള്ളി ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് PR ചെയ്യാനായിട്ട് വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മനോരമയൊക്കെ മാറ്റി എഴുതി തുടങ്ങിയിട്ടുണ്ട്. മനോരമയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പോട്ടെ, നല്ല കാര്യം തന്നെ. പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ഇങ്ങനെ ആരെയും വെളുപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ ഉറപ്പായിട്ടും പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടത്തെ പത്രത്തിൻ്റെ കാലമൊന്നുമല്ലല്ലോ. പത്രത്തിലാണെങ്കിൽ തീപ്പന്തല്ല് 90 വയസ്സായ അമ്മുമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പത്രക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് വാർത്ത എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ CJ റോയുടെ പളപളപ്പും പോഡ്കാസ്റ്റും ഒക്കെ കണ്ടിട്ട് ഒരുപാട് സിനിമാക്കാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ
കാശ് കൊടുത്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആൻ്റണി പെരുമ്പാവൂരാണെങ്കിൽ അവിടെ നിന്ന് മാറൂലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല റിപ്പോർട്ടുകളും ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. പല പ്രമുഖരും ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് മോഹൻലാലിൻ്റെ വലിയൊരു തുക, കോടികൾ CJ റോയുടെ കയ്യിലായിരുന്നുവെന്നും അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള CJ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തിടെ റോയ് പ്രഖ്യാപിച്ച ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് റോയ് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 6 മാസമായി അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കടബാധ്യത ഇല്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും, അവിടെയാണ് പോയിന്റ്, രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് മാറ്റി നിർത്താം, അതിലോട്ട് ഞാൻ വരാം. സിനിമാ മേഖലയിൽ നിന്നും വലിയ നിക്ഷേപം അയാൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ നിക്ഷേപത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്തുമോ എന്ന സംശയമുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞാൽ പല പ്രമുഖന്മാരും കുടുങ്ങും, ഇതിനകത്ത് നീലതിമിംഗലവും വമ്പസ്രാവുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരികെ ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിഗമനം അന്വേഷണ സംഘത്തിൻ്റെ. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാകാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങി എന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയ് എഴുതിയ കുറിപ്പുകളും ലഭിച്ചു. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥൻ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അടക്കം അന്വേഷിക്കാനാണ് പോലീസ് സംഘത്തിൻ്റെ തീരുമാനം. കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓഫീസിലെത്തിയ സമയത്തെ സംബന്ധിച്ച് പോലും വൈരുദ്ധ്യമുണ്ട്. സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് റോയ് ഓഫീസിലെത്തിയെന്ന് പറയുമ്പോൾ സഹപ്രവർത്തകൻ TJ ജോസഫിൻ്റെ മൊഴിയിൽ അത് 3 മണിയാണ്. വെടിയൊച്ച കേട്ടില്ലെന്ന വാദത്തിലും അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. റോയിയുടെ ഡയറിയിൽ നിന്ന് വ്യക്തമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചന SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഡയറിയിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണം, ജീവനക്കാരുടെ കൂടെ നിർത്തണം, ബിസിനസ് ആരെ ഏൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഡയറിയിൽ വ്യക്തമായി കുറിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആത്മഹത്യ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രമുഖ വ്യവസായിയായിട്ടുള്ള CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിൻ്റെ SIT കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. കൊച്ചിയിലെത്തുന്ന സംഘം എന്തിനാണ്? അവിടെ തെളിവെടുപ്പ് നടത്താനാണ് വരുന്നത്. കേരളത്തിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇടപാടുകൾ അടക്കമുള്ളവയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക. പല നീലതിമിംഗലങ്ങളുടെയും നെഞ്ചെടുപ്പ് കൂടുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിന് പിന്നാലെ ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പ്രത്യേക സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, അടുത്ത കാലത്തിന് വിഷാദത്തിന് ചികിത്സ തേടിയത്, സാമ്പത്തിക ഇടപാടുകൾ, ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ തുടങ്ങിയവയാണ് SITയുടെ പ്രധാന അന്വേഷണ വിഷയങ്ങൾ. കുടുംബാംഗങ്ങളാണ് 4 മാസത്തിലേറെയായി റോയ് വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന് മൊഴി നൽകിയത്. ബംഗളൂരു ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു റോയ് ചികിത്സ തേടിയത്. അടുത്തിടെ ചില പ്രോജക്റ്റുകളിൽ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടായിരുന്നു. ഈ പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധമുള്ള നിക്ഷേപങ്ങളും ഉണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് കൊച്ചിയിൽ അദ്ദേഹം ഒരു പ്രോജക്റ്റ് നടത്തി. ഈ കൊച്ചിയിലെ പ്രോജക്റ്റിൽ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ വില മറച്ചു വെച്ചു. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തിനത് ചെയ്തു? ഇത് മറച്ചു വെച്ചത് സംബന്ധിച്ചും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കടം വാങ്ങാതെയാണ് എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കിയതെന്ന് റോയ് പലതവണ അവകാശപ്പെട്ടിരുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുക്കുന്ന പതിവേയില്ല. വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തിയിരുന്നതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കടം പോലും വാങ്ങിയിരുന്നില്ല. അപ്പോൾ ഈ വമ്പൻ പ്രോജക്റ്റിനൊക്കെ എവിടെ നിന്നാണ് പണം? അതിൻ്റെ സോഴ്സ് കാണിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം എന്ന് പറയുന്നത്. ഇനി മലയാള
മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാൽ റോയിയുടെ കുരുക്കിൽ വീണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. സുനിൽ പരമേശ്വരനാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുനിൽ പരമേശ്വരനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മോഹൻലാൽ കുത്തുവാള എടുക്കുമെന്നാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത്. പണം മുഴുവൻ CJ റോയിയുടെ കയ്യിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു അത്രേ, സ്വാമി മോഹൻലാൽ കുത്തുവാള എടുക്കുമല്ലേ എന്ന്. ഇത് സുനിൽ പരമേശ്വരൻ പറയുന്നതാണ് കേട്ടോ. യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം. അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ, അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന്. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, മോഹൻലാലിൻ്റെ പണം മുഴുവൻ മരിച്ച CJ റോയിയുടെ കയ്യിലായിരുന്നുവെന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു എന്ന് സ്വാമി പറയുന്നു. മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം. റോയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും. അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇതുപോലെ 1000 റോയിമാർ വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുവാള എടുക്കൂല എന്നാണ് നമ്മുടെ സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂർ വരുന്നതിന് മുമ്പുള്ള ഒരു നല്ല പീരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട് എന്നും സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നു. അതിനു മുകളിൽ തലയണ വെച്ച് കിടക്കാമെന്ന് തമാശ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ. അതേസമയം ദിലീപ് നടൻ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു. ദിനേശ് പണിക്കർ ഒരു സിനിമാ പ്രൊഡ്യൂസറാണ്. ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടില്ലേ എന്നും സുനിൽ പരമേശ്വർ സ്വാമി പറയുന്നു. മോഹൻലാൽ അതിന് പോയില്ലല്ലോ. മോഹൻലാലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല, ആ മനസ്സിൻ്റെ ആസ്തി ഉണ്ടെന്നും ഞാൻ പറഞ്ഞുവെന്നും സുനിൽ പരമേശ്വരൻ സ്വാമി അഭിപ്രായപ്പെടുന്നു. ലോകത്തിൻ്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാലെന്നും, സിനിമയൊക്കെ എന്നോ മടുത്തുപോയ ആളാണ് മോഹൻലാലെന്നും, ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ച് പിന്നെ സംവിധായകൻ്റെ ദൃശ്യങ്ങൾക്കനുസരിച്ച് അഭിനയിച്ച് ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്നും സ്വാമി പറയുന്നു. കർമ്മം അദ്ദേഹം ഭംഗിയായി 100% ചെയ്തു പോയി. രാവിലെ 4 മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംവിധായകൻ P. ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് 5 മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. മോഹൻലാൽ 5 മണിക്ക് അവിടെ കാണും. അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങുമെന്ന്. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും, മേക്കപ്പ് ചെയ്യും. പക്ഷേ ക്യാമറയുടെ മുന്നിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് തകരില്ല എന്നാണ് സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നത്. ഓക്കെ, നമ്മുടെ മലയാളികളുടെ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള ലാലേട്ടന്റെ അടക്കം ഫണ്ടുകൾ റോയിയുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള റൂമേഴ്സ് അടക്കമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് തിരിച്ചു കിട്ടുന്ന കാര്യം ഡൗട്ട് തന്നെയാണ്. എനിക്കത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് പോയെന്നാണ് തോന്നുന്നത്. ഇനി കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടിയ ഭാഗ്യം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന, നമുക്ക് ന്യായമായ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടിയാലും അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് വാരിക്കൂട്ടാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പൈസ മുതൽ അവിടെ സേഫാണ്. എന്ത് വന്നു കഴിഞ്ഞാലും ഗവൺമെന്റ് നോക്കിക്കോളും. അല്ലാത്ത പക്ഷം പ്രൈവറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ആ കൂട്ടത്തങ്ങ് പൊളിഞ്ഞങ്ങ് പോകും. ഇവിടെ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് വേറെ പലരും ഒക്കെ ആയിരിക്കും. അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരും അവരുമായിട്ട് ടൈപ്പ് ഉള്ള ടീമുകൾക്കും ഒക്കെ ആയിരിക്കും നെഞ്ചിടിപ്പുകൾ കൂടുതൽ. എന്തായാലും ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടന്റെ അടക്കമുള്ള പൈസകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ പൈസകൾ എടുത്തിട്ട് റോയ് ആർഭാട ജീവിതം നയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. കണ്ടവന്റെ പൈസ എടുത്തിട്ട് ആർഭാട ജീവിതം നയിച്ചിരുന്നു എന്നുള്ള സംഭവം കൂടി പറയുന്നുണ്ട്. 10-12 റോൾസ് റോയ്സ്, ബുക്കാട്ടി, ഫെറാറി, അത് ഇത് ചപ്പ് ചവറ് എല്ലാം റോയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റ്, മറ്റടുത്ത് ഫ്ലാറ്റ്, മോൾക്ക് 7000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പല രീതിയിലും തന്റെ ജീവിതം ലാവിഷായിരുന്നു. കണ്ടവന്മാരെ പൈസ എടുത്തിട്ടാണ് കളിച്ചതെന്നുള്ള റൂമേഴ്സ് അടക്കം വരുന്നുണ്ട്. എന്തായാലും എല്ലാത്തിലും അന്വേഷണം പോട്ടെ. റോയ് എന്ന് പറയുന്ന വ്യക്തി ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ വേറെ ഒന്നുമല്ല, എന്തോ തന്റെ ഉടായ്പകൾ പുറം ലോകം അറിയാൻ ഉള്ള സെറ്റപ്പിലോട്ട് എത്തി. അല്ലെങ്കിൽ തനിക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും പ്രഷർ താൻ താങ്ങി തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഇനി നിക്കക്കളിയില്ല, പിടിക്കപ്പെടും എന്നൊക്കെ ഉള്ള സംഭവം ആയപ്പോഴായിരിക്കണം ഒരുപക്ഷെ റോയ് എന്ന് പറയുന്ന വ്യക്തി ജീവൻ ഒടുക്കിയത്. അല്ലാതെ ഫുൾ സന്തോഷത്തിൽ ഇരിക്കുന്ന, തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത വ്യക്തി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ റെയ്ഡ് വന്നപ്പോൾ താൻ വിഷാദ രോഗത്തിന് അടിമയായിരുന്നെന്നും ചികിത്സയിലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, തന്റെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരിമറികളും ഉരുണ്ട് മറിയലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവം തന്നെയാണ്. അല്ലാത്ത പക്ഷം ഒരിക്കലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഭാഗത്തൊരു തെറ്റുമില്ലെങ്കിൽ ഞാൻ എന്തിനു സ്വയം ജീവൻ കൊടുക്കണം?
എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കില്ല, ഞാൻ എല്ലാം നിയമപരമായിട്ടാണ് നീങ്ങിയിട്ടുള്ളതെങ്കിൽ ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം, ഞാൻ എന്തിന് സ്വയം ജീവൻ കൊടുക്കണം? മറിച്ച് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലായിരിക്കും എനിക്ക് വിഷാദ രോഗമൊക്കെ വരുന്നതും ഞാനിങ്ങനെ ഡിപ്രഷനിലോട്ട് പോകുന്നതും എനിക്ക് വിറയിൽ വരുന്നതും ഒക്കെ. അത്രയും മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നെന്നും എന്തൊക്കെയോ തിരിമറികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ ഫണ്ട് റോയിയുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫണ്ടെല്ലാം തിരിച്ചു കിട്ടുമോ അതോ എല്ലാം വെള്ളത്തിലാകുമോ എന്നുള്ള ഡൗട്ടുകൾ അടക്കം ഇവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. അതായത് ആൾക്കാർ കുറച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. റോയിയുടെ ഡൽഹിയിൽ നിക്ഷേപിച്ച രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റിൽ PV എന്ന് പേരുള്ള അത് പിണറായി വിജയൻ അല്ലെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു. അതായത് PV എന്ന് പറയുന്ന ഒരാള് റോയിയുടെ ഇതിൽ ഡൽഹിയിൽ എവിടെയുള്ള സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ അല്ലെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു. ഓക്കെ. CJ റോയ് മരിച്ചപ്പോൾ ആന്റണി പെരുമ്പാവൂർ കരഞ്ഞ കരച്ചിൽ കണ്ട പെറ്റ തള്ള സഹിക്കൂല. അച്ഛൻ മരിച്ചപ്പോൾ പോലും ലവൻ ഇങ്ങനെ കരഞ്ഞു കാണില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വെള്ളത്തിലായിട്ടുണ്ട്. അതായത് ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസകളെല്ലാം ചിലപ്പോൾ വെള്ളത്തിലാകുമോ എന്നുള്ളൊരു പേടിയും അവർക്കും കാണും. കാരണം ഇതിനൊന്നും ഇനി അവരെവിടെ പോയി ചോദിക്കും? ഇല്ലീഗൽ ആയിരിക്കും, ഒന്നും ജെനുവൻ പൈസകളായിരിക്കത്തില്ല, സോഴ്സുകൾ കാണത്തില്ല. പ്രത്യേകിച്ച് റോയ് തന്നെ ഒരു ഉടായ്പിന്റെ മേളിലാണ് നിന്നിട്ടുള്ളത് എന്ന കാര്യമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥിതിക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തവന്മാരെല്ലാം ഇനി ഇങ്ങനെ വായിൽ വിരലിട്ടിരിക്കേണ്ട അവസ്ഥ വരും. കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. എല്ലാം നാട്ടുകാരറിയാത്ത അല്ലെങ്കിൽ ഗവൺമെന്റ് അറിയാത്ത ഫണ്ടുകളാവാനേ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ജെനുവൻ പൈസകളായിരുന്നെങ്കിൽ ഒരിക്കലും റോയ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ, മറിച്ച് തീർത്തതാണെങ്കിലും അതിന്റെ പിന്നിൽ മറ്റൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കേസ്. ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് കൊണ്ടുപോയത്? തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അങ്ങ് ദൂരം 9 കിലോമീറ്റർ അപ്പുറത്തോട്ട്. അവിടെ തന്നെ ഒരു ദുരൂഹത മറിഞ്ഞ് കിടപ്പുണ്ട്. പണമുണ്ടാക്കിയത് മോഹൻലാൽ, പക്ഷെ അത് ആർഭാടം കാണിച്ച് ജീവിച്ചത് ഡോക്ടർ റോയ്. ആൾക്കാർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതായത് മോഹൻലാലിന്റെ ഒട്ടുമിക്ക ഫണ്ട് 100 കോടിക്ക് മേളിൽ ഈ പറയുന്ന റോയിയുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് വരുന്നത്. അല്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഇനി ലാലേട്ടൻ തന്നെ വ്യക്തമാക്കണം. ലാലേട്ടൻ മിണ്ടൂല എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഓക്കെ. ഇവനെയൊക്കെ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. നന്മകൾ ചെയ്താൽ അത് കാലാകാലം ഓർക്കപ്പെടും. 3000 കോടി ഇവരൊക്കെ കുറച്ച് കോടികൾ എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് തന്നൂടെ? ഇപ്പോൾ എല്ലാം പോയില്ലേ? അതായത് ചില ആൾക്കാർ ഇങ്ങനെ വലിയ കോടീശ്വരന്മാർ ചാരിറ്റിയൊക്കെ ചെയ്ത് പൊതുസമൂഹത്തിൽ നന്മപരമായിട്ടൊക്കെ നിൽക്കും. ഓക്കെ. പക്ഷേ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്നെ ഊഹിച്ചു പൂരിപ്പിച്ചോ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെങ്കിൽ തിരിച്ചു കിട്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ട്രൂ ഫാക്ട് ഈസ് മോഹൻലാൽ ഈസ് ഈസിലി വഹിക്കബിൾ. അദ്ദേഹത്തിന്റെ പണം മലബാർ ഗോൾഡ് അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ഭദ്രമായി കിടക്കുന്നു. അതായത് ഒരുപാട് പേര്, വലിയ വലിയ പ്രമുഖർ, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരടക്കം ഈ റോയിയുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ പൈസയും വെള്ളത്തിലായി എന്നുള്ളൊരു കാര്യവും കൂടി പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ഓരോ റൂമേഴ്സ് വരുന്നുണ്ട്, ഓരോ ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്നും സത്യമില്ലാതെ ഇരിക്കുമെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളതിനെ ഊഹിച്ച് പൂരിപ്പിച്ചോ? വേറൊന്നും കൊണ്ടല്ല, നമുക്കിതിന്റെ സോഴ്സ് കറക്റ്റ് എവിഡൻസ് വെച്ച് സംസാരിക്കാനായിട്ട് ഇവരുടെ എവിഡൻസ് കിട്ടാൻ ഒരു വഴിയും നമുക്കില്ല. ആ സ്ഥിതിക്ക് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ കുറെ സത്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്തോ നല്ല ദുരൂഹതകൾ തന്നെ ഈ കാര്യത്തിലുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അല്ലാണ്ട് ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഇത്രയും കോടീശ്വരനായിട്ട് ഇത്രയും അടിപൊളി ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. പിന്നെ വേറൊരു റൂമർ വരുന്നതാണ്, കടം കയറി മുടിഞ്ഞിട്ടാണ് റോയ് ഇങ്ങനെ ചെയ്തതെന്ന്. അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയത്തില്ല. ഒരു സമയത്ത് KK നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചതിച്ച് റോയ് എന്ന് പറയുന്ന വ്യക്തി ബിൽഡ് ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഇന്ന് ഈ കാണുന്ന ഗ്രൂപ്പ് എന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥിതിക്ക് ആ വ്യക്തിയുടെ ശാപവും ഒക്കെ കാണാനുള്ള ചാൻസും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജെന്യൂനായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കും. അല്ലാത്ത പക്ഷം ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ ഹിറ്റ് ചെയ്ത് അതെല്ലാം ഇടിഞ്ഞ് തരിപ്പണമായി വീഴുന്ന് തകർന്നും പൊളിഞ്ഞ് ഏറിപ്പോകും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് തീർന്ന് തരിപ്പണമായിട്ട് കാര്യമില്ല. അതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എല്ലാവരും സൂക്ഷിക്കുക. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജെന്യൂനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. മറ്റൊരാളെ ചതിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ കാറ്റത്തിട്ട വളി പോലെ അങ്ങ് പോകും പറന്ന് ഏതെങ്കിലും വഴി കൂടി. ഇതെല്ലാം റോയുടെ കുടുംബത്തിന് സമാധാനം കിട്ടട്ടെ. ഇതിന്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വരട്ടെ. നമ്മളെ സമൂഹത്തിൽ വലിയ ഉന്നതത്തിലിരിക്കുന്ന നല്ല നല്ല വ്യക്തികളെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും മിക്ക ചെറ്റത്തനങ്ങളും ചെയ്യുന്നത്. മറ്റേ ഫയലൊക്കെ വന്നത് കണ്ടില്ലേ? അതിനെ പറ്റിയിട്ട് സംസാരിക്കാനൊക്കെ എന്നെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ എന്ത് സംസാരിക്കാനാണ്? എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞ്
എനിക്ക് തന്നെ അതൊന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തൊക്കെയാണോ എന്തോ ഈ ലോകത്ത് നടക്കുന്നത്. നമ്മൾ വലിയ വലിയ ആൾക്കാരെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവന്മാരെല്ലാം ഇങ്ങനത്തെ ഉടായ്പകളാണെന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഏത് ഫയലാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ആ ഫയലിന്റെ പേര് പറഞ്ഞാൽ തന്നെ ചിലപ്പം വീഡിയോ ടേക്ക് ഡൗൺ ആണ്. അതൊക്കെയാണ് അവസ്ഥ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം.